മാമിന്റെ റീസെന്റ് ക്രഷ് ടോം ചാക്കോ ആണെന്ന് കേട്ടോ. അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? സോറി, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കട്ട് ചെയ്തു. മാമിനോട് ആദ്യത്തെ ചോദ്യം വരുന്നത്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു ജേണി എങ്ങനെ നോക്കി കാണുന്നു? അതൊരു വലിയ കഥയാണ്. വലുതാണെങ്കിൽ പറയണ്ട, ആകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോലെ. ഓക്കെ ഓക്കെ ഓൾറൈറ്റ്. എന്നാൽ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത സെക്ഷൻ വരുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ്. അയ്യോ, എൻ്റെ അടുത്ത് ബാഗ് ഇല്ല, സഞ്ചി ഉണ്ട്, അത് മതിയോ? അയ്യോ മാം, നമുക്ക് ബാഗ് വെച്ച് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സഞ്ചി വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ദുബായിലൊരു പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ, അതൊക്കെ ഒരു ധാരാളിത്തമായിട്ട് തോന്നുന്നില്ല? ധാരാളിത്തോ? ദുബായിനെ കുറിച്ച് എന്താ അറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അല്ല, നമ്മുടെ നാട്ടിലെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് നന്നായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ദുബായ് ആകുമ്പോൾ അത് ഭയങ്കര എക്സ്പെൻസ് ഒക്കെ ആവില്ലേ? നാട്ടിലെടുക്കുന്ന സെയിം എമൗണ്ട് തന്നെ നമുക്ക് ദുബായിൽ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും. പക്ഷേ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നമ്മളത് റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റും ദുബായിൽ റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റും രണ്ടാണ്. അപ്പം മാം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? മാമിനെ ആരാണ് ഹെൽപ്പ് ചെയ്തത്? പക്ഷെ എനിക്ക് നല്ലൊരു ഗൈഡൻസ് തന്ന് എന്നെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ എന്നെ സഹായിച്ചത് ബിഗ് ഡീൽസ് ആണ്.